ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് മോമോസിൻ്റെ അകത്തു നിന്നാണ്. ഞാൻ ചെന്ന് വൈകുന്നേരം പുറത്ത് പോയി കേട്ടോ. അപ്പോൾ അവൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. ആരെങ്കിലും പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിലോട്ട് വരുമ്പം ഒരു പൊതി കയ്യിൽ വേണം. അത് നിർബന്ധമാണ്. വീട്ടിലിരിക്കുന്നവർക്ക് ഒരു സന്തോഷമൊക്കെ വേണ്ടേ. വവേ 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 കിയാരാവേ പേരെന്താ പേരെന്താ? മോമോസ് എല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ സജീവമായിട്ടുള്ള ആൾക്കാരല്ല കേട്ടോ. ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. നമുക്കത് സീൻ ചെയ്യാൻ പോലുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടാറില്ല. ഇൻസ്റ്റാഗ്രാം അധികം യൂസ് ചെയ്ത് ശീലമില്ല. അപ്പോൾ 2 വീഡിയോ ഒന്ന് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ നാൻസിയുടെ ഫോണിൽ തലയിട്ടിരിക്കുമായിരുന്നു. ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് റീൽസ്. കിയ ചെയ്ത് വെച്ച പരിപാടിയാണിത്. ഒരു ക്രയോൺ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അതും കൊണ്ട് നടന്നു ഉള്ള സ്ഥലം മുഴുവൻ വരച്ച് വെച്ചേക്കുന്നു. കണ്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി. നമ്മളൊരു 5-7 മാസമല്ലേ അയാൾ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ പരിപാടി ഭയങ്കര വൃത്തികേടായിട്ടിരുന്നു കേട്ടോ. ഹോളിൽ നിറച്ച് വരച്ച് വെച്ചേക്കുന്നു. അപ്പം നമ്മളൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും അതിൽ ഇതുപോലെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ഉരച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ രാത്രി ഞാൻ വേഗം പോയി നമ്മുടെ വീട്ടിലിരിക്കുന്ന പേസ്റ്റ് വെച്ചിട്ട് കോസ്റ്റ്ലിയാണ്, അത് ഉരയ്ക്കാൻ പറ്റത്തില്ല. 20 രൂപയുടെ കോൾഗേറ്റ് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ട് വീഡിയോ കണ്ടു കേട്ടോ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാനായിട്ട്. ബേക്കിംഗ് സോഡയും കൂടി ഉപയോഗിക്കണമെന്നാണ് അവർ പറയുന്നത്. ഓരോ ഏരിയ ഓരോരുത്തർ കൊട്ടേഷൻ പിടിക്കണം. പൈസ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ഒരക്കലങ്ങ് തുടങ്ങി. നമ്മൾ ഉപേക്ഷിച്ച ബ്രഷ് വേണം ഇതിനെടുക്കാനായിട്ട്. ഇത് ശരിക്കും ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡയൊന്നും വേണമെന്നില്ല. നമ്മുടെ സാധാ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് മാത്രം മതി. നിങ്ങളുടെയും വീട്ടിലേക്ക് ഭിത്തിയൊക്കെ ഇതേപോലെ ക്രയോണൊക്കെ കൊണ്ട് വരച്ച് വൃത്തികേടാക്കിയിട്ടിട്ടുണ്ടെങ്കിൽ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഉരച്ച് കഴിഞ്ഞാൽ പോകും കേട്ടോ. നോക്കിയേ, കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ അവൾ എന്തൊപ്പിക്കണമെന്ന് ഒരിപ്പിടുത്തില്ല. ആ പേസ്റ്റിൻ്റെ അടപ്പെടുത്ത് വായിലോട്ട് വെക്കുന്നത്. ഭയങ്കര കുസൃതിയാട്ടോ അവൾ, ഭയങ്കര കുസൃതിയാണ്. കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ എന്തൊപ്പിക്കണമെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങളത് ഭിത്തി നല്ല മനോഹരമാക്കി എടുത്തു കേട്ടോ. ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ്. രാവിലെ ജെയ്സൺ ഒന്ന് വല വീശാൻ വേണ്ടി പോയോട്ടോ. അങ്ങനെ കൊണ്ടുവന്നാണ് മീൻ. നമ്മുടെ ഇവിടെ നന്ദൻ എന്ന് പറയും കേട്ടോ. കുറേ പേര് ഇതിനെ അറിഞ്ഞില്ലെന്നോ അങ്ങനെയൊക്കെ പറയും. ഇത് കുഞ്ഞു മീനുകളാണ്, കാൽസ്യത്തിൻ്റെ കലവറ എന്ന് തന്നെ പറയാം. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ കരിച്ചും പുകച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട് കാൽസ്യമൊക്കെ പോകും. ശരിക്കും പറഞ്ഞാൽ കറിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ മുള്ളൊക്കെ ചവച്ച് കടിച്ച് നമ്മൾ തിന്നണം. അപ്പം നമുക്ക് നല്ലപോലെ കാൽസ്യം കിട്ടും. ഞങ്ങൾക്ക് ഇഷ്ടമാട്ടോ ഈ മീൻ. വെട്ടാൻ പാടില്ല. എനിക്ക് ചേതമ്പലില്ലാത്ത സൈസാമ്മേ. ഇത് കണ്ടതേ ചെതമ്പലില്ല. ജെയ്സന്റെ അപ്പൻ്റെ ചേട്ടന് മീൻ പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ പുള്ളിക്ക് വലയൊക്കെ ഉണ്ട്. പുള്ളി മരിച്ചുപോയി, ആളിപ്പോൾ ഇല്ല. അപ്പോൾ 2-3 വലയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഇതുപോലെ സമയം കിട്ടുമ്പോൾ ആ വലയും കൊണ്ടങ്ങ് ഇറങ്ങും. അതേപോലെ ഇന്ന് ഇറങ്ങിയതാണ് ഇത്. കൊള്ളാം. ആരാണ് ഈ വന്നിരിക്കുന്നേ? എന്താണ് കോഫി തരാനാ? ഗായ്സ്, നിങ്ങളിത് കണ്ടോ? കുട്ടി ഇട്ടിരിക്കുന്നത് പാവാടാ. നാൻസിക്ക് സുന്ദരിയായിട്ട് നിക്കാൻ മേലെ ഇന്നലെ ഒരു കമന്റ് കണ്ടിരുന്നു. ഇനി മുതൽ നാൻസി സുന്ദരിയായിട്ട് നിക്കുള്ളൂ. ഇന്ന് നമ്മുടെ ധന്യ ചേച്ചി ഇവിടെ ഇല്ല കേട്ടോ. ധന്യ ചേച്ചി ഇന്ന് വന്നില്ല. അതുകൊണ്ട് നമ്മളിന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, അതിനു മുന്നേ നമുക്ക് കുറെ ലൈനിങ് വാങ്ങാൻ പോണം. അതിന് വാങ്ങാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുവാണ്. എടി നീ നമുക്ക് നന്ദാമ്മീമ്മി കിട്ടി. ഇതന്നെ ഇങ്ങനെ കുറച്ച് കൊള്ളാലോ. എനിക്ക് ഇഷ്ടപ്പെട്ട്. തുറന്നാ കുഴപ്പാ. ഇത് ജെയ്സൺ പിടിച്ചോണ്ട് പോകുന്നത് വല വീശിയടി. എന്നോട് ചോദിച്ചാൽ നന്ദം വേണോ? ഞാൻ പറഞ്ഞ് വേണോന്ന്. എന്നിട്ട് പെറുക്കാൻ വരുമോന്ന് എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇല്ലെന്ന്. ഇത് പെറുക്കി എടുക്കണമല്ലോ, വലയെ കുരുങ്ങി കിടക്കും. ഇത് ഭയങ്കര പാടായത് ഊരി എടുക്കാൻ. ജീവനില്ലായിരുന്നു, അത് പെട്ടെന്ന് ചത്തു. കരയൊക്കെ കയറുമ്പോ തന്നെ. കുഞ്ഞു മീനല്ലേ, പൊടി മീനല്ലേ. നാൻസി ഇട്ടേക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പാവാട കേട്ടോ. അടിപൊളി പാവാടയാണ്. അധികം വയറൊന്നും ഇല്ലാത്തവർക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഞാൻ ഇന്ന് ഷോർട്സ് ഇടും ഇതിൻ്റെ, അതിനകത്ത് ടാഗ് പ്രൊഡക്റ്റിൽ കൊടുത്തേക്കാം. ഇതുപോലെ അധികം വയറൊന്നും ഇല്ലാത്തവർക്ക് വാങ്ങി ഉപയോഗിച്ച നല്ല പാവാടയോടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അവൾ ഇട്ടിട്ടും കൊള്ളായിരുന്നു. അങ്ങനെ നമ്മളൊന്ന് പുറത്ത് കടവരെ പോകുവാണ്. ആ സമയം അമ്മ മീനെല്ലാം കഴുകി ക്ലീൻ ചെയ്തെടുത്തു. ഇത് കുറേ പേർക്ക് കൊടുക്കുകയും ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മൾ സ്വപ്നയിൽ എത്തിയിട്ടുണ്ട്. അതിന് കോട്ടനും വേണം കേട്ടോ ചേച്ചി. അപ്പം അതൊന്ന് നോക്കി വെച്ച് തിരിച്ചു തന്നെ ഓരോരുത്തരുടെ കയ്യിലോട്ട് ഓരോ പീസ് കൊടുക്കും. ഇനി ഏതാ ക്രേപ്പ് ഏതാ? പിന്നെ ഇതിന് 2-നും കോട്ടൺ നമുക്ക് അവിടെ നിന്ന് നോക്കാം. ഇത് 3 മീറ്റർ, അത് 2.5 വേണം.
കുറച്ചധികം നമുക്ക് ക്രേപ്പിൻ്റെ ലൈനിങ് മെറ്റീരിയലൊക്കെ വാങ്ങണം. സത്യം പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ കണ്ണിൽ നിന്ന് മിസ്സാകും, നമ്മളത് വാങ്ങത്തില്ല. അത് വാങ്ങാൻ വേണ്ടി വീണ്ടും തിരിച്ച് വരേണ്ടി വരും കേട്ടോ. അത് സ്ഥിരം കഥയാണ്. ഞാൻ ഓർക്കുവേ, നമ്മളിപ്പോൾ ടൗണിൽ താമസിച്ചിട്ട് വല്ല ഉൾപ്രദേശത്തായിരുന്നെങ്കിൽ എന്ത് പാടുപെടേണ്ടി വന്നാൽ തുണി വാങ്ങാനായിട്ട് ഏത് നേരവും വരേണ്ടി വരില്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഈ മെറ്റീരിയൽ നമ്മളോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട് ലാവൻഡർ ഷെയ്ഡിലുള്ള മെറ്റീരിയൽ വേണം, അത് വല്ലതും ഉണ്ടോ എന്ന് നോക്കാനായിട്ട്. അത് ഞങ്ങളിങ്ങനെ നോക്കുവാണ്. കറക്റ്റ് ലാവൻഡർ ഇല്ല, ലാവൻഡറിൻ്റെ ഇപ്പറയൊക്കെ നിൽക്കണതായിട്ട് വരും. അപ്പോൾ ഇന്ന് നല്ലപോലെ അടുക്കി തുണികൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിലുള്ളതെല്ലാം കാണാൻ പറ്റും. സാധാരണ ടേബിളിൽ കുറേ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നത്, ഭയങ്കര തിരക്ക് വരുന്ന സമയത്ത് പിന്നെ അതല്ലേ പറ്റുള്ളൂ. ആ ഇത് രസമുണ്ട്. സ്റ്റവർണല്ല, നാൻസി ജോസഫിനാണ്. നല്ല റേറ്റ് ആയിരിക്കും ഇതിന്. 7 അങ്ങോട്ട് വെട്ടിക്കളഞ്ഞൂടെ അല്ലേ? എന്താണിത്? പക്ഷെ രസമുണ്ട് ഇത് കാണാൻ. നല്ലൊരു വൈറ്റ് കളറായിരുന്നു കേട്ടോ. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്നു നല്ല ലോങ് ആയിട്ട് നല്ല പ്രീമിയം ലുക്കുള്ളൊരു സാധനം ചെയ്യണമെന്ന്. ഓഫ് വൈറ്റ് കളറിൽ അത് അടിപൊളിയാണ്. പക്ഷേ മീറ്ററിന് 740 വരും. 2 മീറ്റർ വരും വാങ്ങുമ്പോൾ തന്നെ 1400 രാവിലെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ വെച്ചേച്ചും പോന്നു കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഹക്കോയുടെ മെറ്റീരിയൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. കാണുമ്പോൾ നല്ല രസം, പക്ഷേ ചിലതൊക്കെ കളർ പോകും, ചിലതൊന്നും കൊള്ളി കുഴപ്പം വരില്ല. നല്ല കളർ. ചുമ്മാ ട്രയൽ നോക്കിയിട്ട് തരാം. ഇട്ടിട്ട് നല്ലതാണെങ്കിൽ വാങ്ങാമെന്ന് കേട്ടോ കരുതിയത്. പക്ഷേ ഇവിടെ ഇട്ടിട്ട് അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ലൂസൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അങ്ങോട്ട് നമ്മൾ വാങ്ങിയില്ല. 2 നിറമാണ് ഉണ്ടായിരുന്നത്. ഇത് കപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ടോപ്പിൽ. ഈ ഒരു നിറവും ഇതിനേക്കാൾ ഇത്രയും ഡാർക്ക് കളർ. 2 നമ്മൾ ഇട്ട് നോക്കി, വാങ്ങിയില്ല. 700 ചില്ലറയായിരുന്നു വില വരുന്നത്. നമ്മൾ പിന്നെ തിരിച്ച് നമുക്കൊന്ന് ഒരു ജ്വല്ലറി വരെ പോകണമായിരുന്നു. ഇഷ്ടപ്പെട്ട അതിലേതെങ്കിലും നെക്ലസ് ഇഷ്ടപ്പെട്ടാന്ന് നോക്കി. ഇപ്പം ഇഷ്ടപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നെയ്യ, പൈസ ഇല്ല, അതാണ് അവസ്ഥ. നമ്മളിപ്പോൾ വന്നേക്കുന്നത് വാങ്ങാനല്ല കൊടുക്കാനായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകർക്ക് മനസ്സിലാകുമല്ലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും സ്വർണം വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾ പറ്റിക്കപ്പെടരുത്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഈ ജ്വല്ലറി എന്നല്ല, നമ്മൾ വേറൊരു സ്ഥലത്ത് നിന്നാണ് നമുക്ക് പറ്റിയത്. ഇപ്പം നമ്മുടെ വൈക്കത്തുള്ള ഓം ഗോൾഡ് അങ്ങനെയൊക്കെ പറയുന്നത് തോന്നുന്നു, അവിടെയാണ് വന്നിരിക്കുന്നത്. ഇവർ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നവരാട്ടോ. വിൽക്കുമ്പോൾ നമുക്ക് അധികം നഷ്ടമൊന്നും വരില്ല. നമ്മൾ ശരിക്കും നമ്മൾ വിൽക്കാൻ പോകുമ്പോൾ എത്ര ഗ്രാമാണോ നമ്മുടെ കയ്യിലുള്ളത് അത് ഇൻറ്റു കൊടുക്കുന്ന ദിവസത്തെ വിലയിട്ട് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് ഒരു എമൗണ്ട് കിട്ടുമല്ലോ. ആ എമൗണ്ടിൽ നിന്ന് 2% നമ്മൾ പെർസെൻറ്റേജ് കുറയ്ക്കണം. കാരണം അത് പറയും പിന്നെങ്കിൽ വിളക്ക് വേറൊരു ആഭരണമാക്കി മാറ്റുമല്ലോ. അതിന് വേണ്ടിയിട്ട് 2% വേണം. അത് കുറച്ചിട്ടുള്ള എമൗണ്ട് നമുക്ക് കിട്ടണം. ചില ആൾക്കാർ എങ്ങനെയാണെന്നറിയാവോ, നമ്മൾ കൊടുക്കുന്ന അന്നത്തെ വിലയില്ല, അന്നത്തെ വിലയിൽ നിന്ന് ഒരു 100 രൂപ 90 രൂപയൊക്കെ കുറച്ചിട്ട് എടുക്കും. അങ്ങനെ എടുക്കേണ്ടതല്ല ശരിക്കും സ്വർണ്ണം. അത് ഭയങ്കര പറ്റീരാണ്. അങ്ങനെ നമ്മൾ സ്വർണ്ണം വിൽക്കാൻ പോകുമ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ ആ കടയിൽ നിന്ന് ഇറങ്ങുക, വേറെ അടുത്ത കടലോട്ട് കയറുക. പിന്നെ അത് മാത്രമല്ല, കുറയ്ക്കുമ്പോൾ 4% കുറയ്ക്കുന്നവരുണ്ട്. അത് ഭയങ്കര തെറ്റാണ്. 2% കുറയ്ക്കാനുള്ള വകുപ്പേ അവർക്കുള്ളൂ. 2 ന്യായമാണ്. 4% എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്ര രൂപ നഷ്ടം വന്നെന്നറിയാവോ? ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ നഷ്ടം സംഭവിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് സ്വർണം വിൽക്കാതിരിക്കുക മാക്സിമം. പക്ഷേ നമുക്ക് ചില അവസരങ്ങളിൽ നമുക്ക് വിൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, അത്യാവശ്യ ഘട്ടങ്ങളിൽ. അങ്ങനെ വിൽക്കുമ്പോൾ നമ്മൾ ശരിക്കും നോക്കി കണ്ട് മാത്രം വിൽക്കണം. അവർ പറയുന്നത് സംബന്ധിച്ച് നമ്മൾ പോരരുത്. നമുക്കൊരു ഇതുണ്ടായിരിക്കണം, നമുക്കൊരു അറിവുണ്ടായിരിക്കണം. അങ്ങനെ നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിൽ വന്നു. നമ്മുടെ കുഞ്ഞു മീനൊക്കെ കിട്ടിയതെല്ലാം കറിയും വെച്ചു കേട്ടോ. നല്ല മാങ്ങയിട്ട കറി വെച്ചേക്കുന്നത്, കുറച്ച് വറുക്കുകയും ചെയ്യും. ഞാൻ ഓർത്ത് ശരിക്കും കണ്ടിട്ട് റെഡിമെയ്ഡ് ഷേപ്പ് ചെയ്യാൻ തന്നതാന്നാ വിചാരിച്ചത്. അവള് ജോലി ചെയ്യുന്ന വീട്ടിലെ പെണ്ണിന്റെ ഡ്രസ്സൊക്കെ കൊടുക്കും. എന്നിട്ട് കീറിയതും പിഞ്ചിയതും ഒക്കെ ഇവിടെ വെട്ടിക്കൂട്ടി തയ്ച്ചു. ഇതൊക്കെ പ്രിയമതാ സ്റ്റൈലാവെന്ന് പറഞ്ഞോണ്ട് ആടെ ഇതൊക്കെ പറഞ്ഞോണ്ടാണ് ഇരുന്ന് തയ്ച്ചത്. ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നല്ലതായിട്ട് വരുമെന്നും പറഞ്ഞത് തയ്ച്ചാണ്ട് വന്നപ്പോ മേക്ക് വന്നിരിക്കണ്. അപ്പൊ ഞാനും മാനസികമായിട്ട് തകർന്നത്. അങ്ങനെ തയ്ച്ചു കഴിഞ്ഞിട്ട് ഇപ്പൊ എനിക്കും ഇഷ്ടപ്പെട്ട് ചേച്ചിക്കും ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലേ? അതും കഴിഞ്ഞ് നീ ഇപ്പൊ വന്നപ്പോ നിനക്കും ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഡോക്ടറിന്റെ ഇവിടെ മാത്രം അന്വേഷിച്ചു പറഞ്ഞതാണ് കോളർ അല്ലേ? ഇവിടെ തന്നെ ഒരുപാട്. ഓ, സ്ലീവിന് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. എന്താ പ്രത്യേകത ഉണ്ട്? ഇതൊക്കെ ഇടുമ്പോ ഏത് പരുവത്തിരിക്കും? ഇത് ഇടുമ്പോ എങ്ങനെ ഇരിക്കണം അറിയത്തില്ലല്ലേ? ഇതൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇത് കൊള്ളി അല്ലെങ്കിൽ അലാസ്റ്റിക് ഇങ്ങോട്ട് അയച്ചു കളയാം അല്ലേ? സ്ലീവില്ല, കാണാൻ ഭംഗിയുണ്ടല്ലോ. അല്ലാണ്ട് കാണാൻ കൊള്ളാം.
ഡോക്ടറിന്റെ എത്ര എണ്ണം ഉണ്ട്? ഈ ഒരെണ്ണം ഇന്ന് തീർന്നുള്ളോ? പിന്നെ ആരുടെ തീർന്നേക്കണം? നമ്മുടെ സ്കാലപ്പിനെയൊക്കെ ഒരാൾ ചെയ്തോണ്ട് പോകുന്നുണ്ട്. അവരുടെ ഉത്സവത്തിന് ഈ വസ്ത്രം വിട്ട പെൺകുട്ടിയെ കണ്ടുപിടിച്ചോണം കേട്ടോ. അതൊക്കെ പെൺകോശം റെഡിയായി കൊണ്ട് പോകുവാണ്. ചേച്ചി വീട്ടിൽ പോയിട്ട് ഈ സുനാപ്പി അവിടെ ചെയ്തോളും. ഇവിടെയാണോ എന്നെക്കാളും ഗംഭീരാക്കാനായിട്ടുള്ള നമുക്ക് നാളെ കാണാം. എന്താക്കി കൊണ്ടുവരാ? മുദ്ര ശ്രദ്ധിക്കണം. അടുത്തതിന് ഞാൻ പച്ചേലി കലാവിരുന്ന് നടത്തും അല്ലേ? നമ്മുടെ ഇതിന്റെ കൂടെയുള്ള പച്ച ഞാൻ ഓരോന്ന് ചെയ്യും. ആ ഡിസൈൻ കൊള്ളുകയല്ലാന്ന് ആദ്യം പറയും. എന്നിട്ട് ഒരു നാട് അയ്യോ. ഇതിനിപ്പോ ഇന്ന് ചെന്നിട്ട് തയ്ക്കണോ അല്ലേ? നോർമൽ ചുരിദാർ തയ്ക്കാൻ കൊണ്ടുവന്ന മെറ്റീരിയൽ ആട്ടോ ഇത്. അതിലാണ് ഈ പണി മുഴുവൻ നടത്തി വെച്ചിരിക്കുന്നത്. തുണി ഒട്ടും ഉണ്ടായിരുന്നില്ല. അറ്റ പച്ച ഒപ്പിച്ചെടുത്തിരിക്കുവാണ്. അത് ഈ കാണുന്ന തുണി മാത്രമേ ഉള്ളൂ. ലെങ്തൊക്കെ നമ്മള് ഈ ഒരു സൈസ് ആയതുകൊണ്ട് മാത്രം ചെയ്തെടുക്കാൻ പറ്റണം. ലെങ്ത് ഇല്ലാണ്ട് അടിയിൽ കൂട്ടിയെടുക്കാനാണ് ആ പീസൊക്കെ. ഇത് ലെങ്ത് ഇല്ലാഞ്ഞിട്ട് കൂട്ടിയെടുത്തേക്കുവാണ്. ഇത് കൂട്ടിയെടുത്തതാണല്ലേ? അപ്പൊ അത് കൂട്ടിയെടുത്തത് കാണാതിരിക്കാൻ സെപ്പറേറ്റ് പീസ് കൊടുക്കുന്നത്. അപ്പൊ അത്രയും പണി ഇതിനകത്തിട്ട് അപ്പൊ എടുത്തിട്ടുണ്ട്. കൈക്ക് നീളമില്ലായിരുന്നു. അത് മനസ്സിലാകാതിരിക്കാനാണ് ഇങ്ങനെ കൊടുക്കാറുള്ളത്. പിന്നെ ഇത് പാൻറ്റ് പിന്നെ ഇത് വേറൊരെണ്ണം തയ്ച്ചതാണ്. പോഡ്ലി ബട്ടണൊക്കെ കൊടുത്തിട്ട് മെറ്റീരിയൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വരുമെന്ന് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ആളിടുമ്പോഴേ ശരിക്കും മനസ്സിലാകത്തുള്ളൂ. പിന്നെ കുറച്ച് മുമ്പ് കാണിച്ച കോളർ വന്നിട്ട് സ്ലീവിൽ ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നതില്ല. അത് ആൾ വന്നിട്ടു നല്ല കറക്റ്റ് നല്ല ഭംഗിയുണ്ടായിരുന്നു എന്ന് നാൻസി പറഞ്ഞത്. ഞാനത് കണ്ടില്ല കേട്ടോ. നല്ലതായിരുന്നു. പേടിച്ച പോലെ ഓർഡർ കുറെ വാരിപ്പത്തി. പിന്നെ മാത്രം കണ്ടാവള്. എന്നെ കണ്ടോ കുഴപ്പമില്ല. നമ്മൾ രണ്ടും കൂടെ ഇറങ്ങുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കിയാരനെ കാണാണ്ട് ഞങ്ങൾ മെറ്റീരിയൽ നോക്കി ഇറങ്ങി അവളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കിയല്ല. നമുക്കൊരു ലാവൻഡർ കളർ വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് അന്വേഷിച്ച് നമ്മൾ രാത്രിയിൽ ഇറങ്ങിയതാണ്. കിയെ കാണാണ്ട് ഞങ്ങൾ ഒളിച്ചും പാത്തുമാണ് അങ്ങോട്ട് ഇറങ്ങിയത്. ഞങ്ങൾ ഒറ്റയ്ക്ക് ഇറങ്ങണമെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇറങ്ങുമ്പോൾ അവക്കും കൂടെ വന്നു തോന്നും കേട്ടോ. നമ്മൾ വന്നേക്കുന്നത് സ്വപ്നയിലല്ല, കൂടലിലാണ്. അവിടെ ലാവൻഡർ ഇല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ കൂടലിലെങ്ങാനും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പം കറക്റ്റ് ചേച്ചി റെഫറൻസ് അയച്ച് തന്ന പടം തന്നെ ആ ഒരു നിറം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അതും വാങ്ങിച്ചു. അത് വാങ്ങിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. നടക്കുന്ന വഴിക്ക് നാൻസിക്ക് ഓരോരോ ആഗ്രഹങ്ങളേ. എന്നിട്ട് 500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ആശ്വാസം കിട്ടും. ബെസ്റ്റ് ബേക്കറിന്ന് എന്ത് വാങ്ങാനാടി? കേക്ക് മേടിച്ച് വെച്ചാൽ ബെസ്റ്റ് ബേക്കറിയിലാണ് നേരത്തെ വെച്ചേക്കണേ. വേണോ? ബേക്കറിയുടെ വാതിക്കപ്പോ ഇരിക്കും. വേണോ? നീ എടുത്തോ. പിന്നെ അല്ല നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെന്നാ ചക്കവറ ഇരിപ്പുണ്ട്. ഉണക്കച്ചക്ക ആയിരിക്കും. ഇതിൽ ഒരെണ്ണം മേടിച്ചോടി. ചക്ക സീസൺ തുടങ്ങിയത് കൊണ്ട് ചിലപ്പോൾ നല്ലതായിരിക്കും. കപ്പലണ്ടി റോസ്റ്റ് വേണോ? ഒരെണ്ണം മതി. നല്ല അല്ലെങ്കിലാ. ഈ കേക്ക് ഐസ്ക്രീം ആ ഐറ്റംസ് ഒന്നും എനിക്ക് കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും പ്രോത്സാഹിപ്പിക്കാറില്ല. ഇത് പിന്നെ അവർക്ക് ചക്കവറയോ പഴംപോറയോ അങ്ങനെ എന്തെങ്കിലും കുറയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കമ്മത്തിൻ്റെ സ്റ്റോഴ്സിലോട്ട് കയറിയതാട്ടോ. നമ്മുടെ വൈക്കത്തെ കമ്മത്ത് ഇത് മറ്റേ ഹോൾസെയിൽ കടയാട്ടോ. ഇവിടുന്ന് നമുക്ക് ചെറിയ ചെറിയ കടക്കാരൊക്കെ ഇവിടെ നിന്നാണ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. നമുക്കും റീറ്റെയിലായിട്ട് നമുക്ക് ഇങ്ങനെ ഹോൾസെയിലിൻ്റെ വിലയിൽ നമുക്ക് തരും കേട്ടോ അവർ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് പോപ്കോണൊക്കെ ഉണ്ടാക്കണം, കോണൊക്കെ വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പിന്നെ വേറെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ. അതെല്ലാം വാങ്ങിയോട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി. പിന്നെ അന്നത്തെ ദിവസം കഴിഞ്ഞല്ലോ. പിന്നെ പിറ്റേ ദിവസമായി രാവിലെ തന്നെ എണീറ്റിട്ട് നാൻസി എന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് പണി കിട്ടി കേട്ടോ. ഒരുപാട് ലൈനിങ്ങുകൾ വേണമായിരുന്നു. പിന്നെ വേറെ എന്താ ഒരുപാട് സാധനങ്ങൾ വാങ്ങണമായിരുന്നു. അതെല്ലാം അതിൻ്റെ ലിസ്റ്റ് എഴുതി തന്നിട്ട് വേഗം കടയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കടയിൽ ചെന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം
ചെയ്ത സ്കാലപ്പ് നെക്കിൻ്റെ ഒക്കെ വീഡിയോ ഇല്ലേ, അതിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരു ചേച്ചി പറഞ്ഞിരുന്നു നമ്മൾ സാധാ ഉപയോഗിക്കുന്ന സ്റ്റിഫ് ഉപയോഗിക്കരുത്, കോളറിനൊക്കെ വെക്കുന്ന പോലത്തെ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അലക്കി കഴിഞ്ഞാലും പോവത്തില്ലെന്ന്. അപ്പോഴാണ് ഞങ്ങൾക്കൊരു ഐഡിയ വന്നത്, ശരിയാണല്ലോ, നമ്മൾ മറ്റേത് 2-3 വാഷ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, ആ ഒരു സ്റ്റിഫ്നെസ് പോകും, ഇതാണെന്നുണ്ടെങ്കിൽ പോവില്ലെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഇതൊന്ന് പരീക്ഷിക്കാമെന്ന് കരുതി കേട്ടോ. ഇതിപ്പോൾ കോളറിനൊക്കെ വെക്കുന്ന ഐറ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിപ്പോൾ 1 മീറ്ററിന് 120 രൂപയാണ് വന്നേക്കുന്നത് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. പല വിലയുടെ അവിടെ അടങ്ങിയിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കണ്ടിട്ടൊരു ഭംഗി തോന്നിയത് ഞാൻ വാങ്ങിച്ചു. നമുക്ക് ഇനി ഇത് ഉപയോഗിച്ച് വേണം സ്കാലപ്പ് നെക്ക് ചെയ്ത് നോക്കാനായിട്ട്. പിന്നെ നമ്മുടെ ഓവർലോക്ക് മെഷീൻ്റെ നൂലൊക്കെ തീർന്നു കേട്ടോ. അത് വേഗം ഓർത്തപ്പോൾ അങ്ങ് വാങ്ങിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ പെട്ടെന്ന് ഓടേണ്ടി വരും. അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ നാൻസി നമ്മൾ ഇന്നലെ പോയി വാങ്ങിച്ചുകൊണ്ട് വന്ന ലാവൻഡർ കളർ വെട്ടിക്കൊണ്ടിരിക്കുവാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തില്ലേ, മോം.ഡോട്ട് കോംബോയിൽ ബ്ലൂ കളറിലെ 6 ആഗ് വന്നിട്ട് ആ ചേച്ചിക്കുള്ളതാണ്. ആൾ അയർലൻഡിന് പോകും, 24 എന്നാ പോണത്. അതിന് പിന്നെ സാധനം എത്തണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്കും മോക്കും ഒരേപോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അതിനിടയ്ക്ക് നമുക്കൊരു കൊറിയർ വന്നു കേട്ടോ. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കൊറിയർ കവർ തന്നെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. കുറേ നാളായി നമ്മൾ ഇത് ഓർഡർ ചെയ്ത് വാങ്ങണമെന്ന് വിചാരിക്കുന്നത്. കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഭയങ്കര നഷ്ടമാണ്. ഇത് നമ്മുടെ കൊറിയർ കവർ വന്നിട്ടുണ്ട്. ഇവിടെ കൊറിയറിന്റെ പിന്നെ നമുക്കൊരു കൊറിയർ അയക്കാനുണ്ട് കേട്ടോ. നല്ലതാണോ ഇല്ലയോ നമുക്ക് നോക്കാം. 15 രൂപ കവറിന് കൊടുത്തിട്ടാട്ടാ മേടിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കാൻ നേരത്ത് ഒരു കവർ എത്ര രൂപ കിട്ടൂടി കണക്കൂട്ടേണ്ടി വരും. റേറ്റ് കുറവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ കവറിൽ തന്നെ ഇട്ടാണ് ഈ കവർ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ കൊറിയർ കവർ. നമുക്ക് കിട്ടി, ബോധിച്ചിരിക്കുന്നു. കുഴപ്പമില്ല, വലുതാട്ടോ. ഇത് 14x16 ഏതാണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിലായിരിക്കും ഇന്ന് നമ്മുടെ കൊറിയറിന്റെ ജൈത്ര യാത്ര. ഇത് മടക്കി ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെച്ചേക്ക്. 15 രൂപയെ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് എത്രയാണ് ഞാൻ അയച്ചു അല്ലെങ്കിൽ മുറിക്കട്ടെ. ഇതിന്റെ പേക്കേഴ്സ് നോക്കാം, കഴിച്ചത് മതിയാണ്. ആരുടെ ഉടുപ്പ് ഇട്ടേക്കണ? ആന്റിയുടെ ഉടുപ്പിട്ടാ? എന്തിനാ ഇട്ടാ? വാവയ്ക്ക് ഉടുപ്പില്ലേ? കിയാ വാവയ്ക്ക് ഉടുപ്പില്ലേ? നെഞ്ചത്തെ പാട് കണ്ട, പോയി പെടച്ച് വീണതിന്റെ പാടാ. നെഞ്ചത്തെ പാടും തലയിലെ മുട്ടയും കൂടി ആയപ്പോ കറക്റ്റ് ഗുണ്ടാ പത്രോസ് ആയിട്ടുണ്ട്. ഗുണ്ടേ എന്താന്നാ വാവേ? സ്കൂളിൽ പോകുന്നുണ്ടോ? അതെന്താ സ്കൂളില്ലേ ഇന്ന്? സ്കൂള് മിസ് ഉറങ്ങിയ? അതെന്താ? ഒന്നും പറയാത്ത കൊച്ചാ. ഞാൻ നിങ്ങളുടെ അടുത്ത് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ, സംസാരത്തിന് ഭയങ്കര പുറകോട്ടായിട്ട്. പേരെന്താന്ന് അവളോട് ചോദിക്കുമ്പോൾ അവൾ തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കും പേരെന്താന്ന്. അങ്ങനെയാണ് ചോദിച്ചു. അങ്ങനെയായിരുന്നു കിയുടെ കണ്ടീഷൻ. അതിൽ നിന്ന് ഇപ്പൊ നല്ല മാറ്റമുണ്ട് കേട്ടോ. ഫോണിൽ ഇപ്പൊ കാണിക്കാറേ ഇല്ല. അതുകൊണ്ട് കുറെ കുട്ടി കുട്ടി വാക്കുകളൊക്കെ പറഞ്ഞ് 2-3 സെന്റൻസ് ഒക്കെ കൂട്ടി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ആള്. വെള്ളം വേണ? കുടിക്കുവാ വെള്ളം? ജേസൺ എന്ന സ്ഥലത്തില്ല, തൃശ്ശൂർ പോവുകയാണ്. ആൾക്ക് അവിടെ കളിയുണ്ട് കേട്ടോ. അപ്പം അതിന് പോവുകയാണ്. ഈ മിക്കവാറും ഇങ്ങനെയാണ്. ഇട ദിവസങ്ങളിലൊന്നും ജേസൺ കാണത്തില്ല. നമ്മൾ ഭയങ്കര പാടാണ് ഇവളെ ഹാൻഡിൽ ചെയ്യാൻ കേട്ടോ. ഒരു കാര്യം അവൾ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അതാണ് പ്രശ്നം. നമ്മുടെ എല്ലാ പണിയുടെ ഇടയ്ക്കും പുള്ളിക്കാരത്ത് നമ്മളെ തോണ്ടി മാന്തി കൊണ്ടൊക്കെയിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യമേ ചെയ്ത സ്കാലപ്പ് ശരിയായില്ല. ചേച്ചി പ്രത്യേകം പറഞ്ഞിരുന്നു നല്ല വൈഡ് ആക്കണം. അതുകൊണ്ട് തന്നെ ഇച്ചിരിയും കൂടി ഒന്ന് മാറ്റി വരച്ചതാണ് കേട്ടോ. വരച്ചിട്ട് ഏകദേശം നമ്മുടെ തന്നെ ചേച്ചിയുടെ അളവ് വരും. അപ്പോൾ കഴുത്തി വെച്ച് നോക്കുവാണ് ഇത് ഇത്ര മതിയോ ഇനി കൂട്ടറോ എന്നുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് മതിയെന്ന് വെച്ചു. ബോധിധർമ്മന്റെ കുഞ്ഞെന്ന് അത് ശരിയാ, കറക്റ്റ് ആട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേറൊരു ഇത് നമ്മുടെ കസിനൻ്റെ അമ്മായിയമ്മയുടെ ആട്ടോ. ആൾ കുറച്ച് 2-3 റെഡിമെയ്ഡ് ചുരിദാർ തയ്ച്ചതിനകത്ത് ഇങ്ങനെ കുറച്ച് കുട്ടി കുട്ടി എംബ്രോയിഡറി വർക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. അവരിന്ന് കോഴിക്കോട് നിന്ന് വരും, ഇന്ന് രാത്രി വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അവർക്കുള്ളതൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ അത് എന്താണ് ചെയ്യേണ്ടതെന്ന് വലിയ ഐഡിയ ഇല്ല. എന്നാലും കുഞ്ഞു കുഞ്ഞു പൂക്കൾ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നാൻസി പണിയാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മുടെ ധന്യ ചേച്ചി പ്ലേറ്റൊക്കെ എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പം ഇതെല്ലാം നമ്മൾ പിന്നും കുത്തി അയൺ ചെയ്തെടുക്കലാണ് മെയിൻ
മെയിൻ പരിപാടി. ഇത് നല്ല സമയം എടുക്കട്ടെ ഈ പ്ലേറ്റ് ഇങ്ങനെ നമ്മൾ അടുക്കി ഇട്ടെടുക്കാനായിട്ട്. അങ്ങനെ അതെല്ലാം അടുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വാഷ് ചെയ്താൽ പോകുന്ന കുറേ പേര് ചോദിക്കുന്നു. ഉടനെ തന്നെ നാൻസിയുടെ ഒരു ഡ്രസ്സ് വാഷ് ചെയ്ത് നോക്കുന്നുണ്ട്. നല്ല കുത്തിപ്പിഴിഞ്ഞ് നമുക്ക് അലക്കി നോക്കാം പോകുക എന്നറിയാനായിട്ട്. പെട്ടെന്നൊന്നും അങ്ങനെ പോവില്ലായിരിക്കും. അങ്ങനെ നമ്മുടെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ ഡ്രസ്സൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.